നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ആക്ച്വലി റിലേഷൻഷിപ്പ് റീഡിങ്ങിൻ്റെ നമുക്ക് കുറച്ച് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നത് ആൻഡ് മെസ്സേജസ് വരുന്നത് നമുക്ക് നോക്കാം. സിമ്പിൾ റീഡിംഗ് ആണ് ഇന്നത്തെ. ഞാൻ ഇന്ന് അഡ്വൈസ് ഒന്നും വരുന്നില്ല. എനിക്ക് മാർച്ച് സ്റ്റാർട്ടായി, സോ മാർച്ച് റീഡിംഗ് പോലെ ഞാൻ പിന്നീട് ഇടാം. ഞാനത് ഫെബ്രുവരി ഇത്ര ചെറുതായതുകൊണ്ട് പെട്ടെന്ന് മാർച്ച് വന്നത് അങ്ങനെ ഒരു ഇതിൽ പോയി. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജസ് ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ എന്ത് തന്നെ വന്നാലും നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. ക്വസ്റ്റ്യൻ ആയിട്ട് വെക്കുന്നില്ല. മൂൺ, ഹയർ സെൽഫ് ആക്ടിവേഷൻ, സെൽഫ് ലവ്, സ്പിരിറ്റ് ഗൈഡ്സ്, ക്ലോസ്ഡ് ഓഫ്. ഓക്കെ, സമ്മർ ടൈമിംഗ് കാർഡ്. ഇപ്പോൾ ഞാൻ പേഴ്സണൽ റീഡിങ്സ് എടുക്കുമ്പോഴും ഇത് വരുന്നുണ്ടായിരുന്നു, ഇപ്പോഴും വരുന്നുണ്ട്. സമ്മർ ടൈം എന്തോ കുറേ പേർക്ക് ചില മാറ്റങ്ങൾ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി എന്തോ ഒരു 3rd 3 തീയതിക്ക് എന്തോ ഒരു ഇതുണ്ടല്ലോ, ലൂണാർ എക്ലിപ്സ് ആണ് തോന്നുന്നു. ചിലപ്പോൾ അതിനൊക്കെ ശേഷമാണോ എന്തോ കുറച്ച് കാര്യങ്ങൾ എന്തോ മാറ്റം വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സമ്മർ ഇപ്പോൾ 2-3 തവണയായിട്ട് ഞാനിത് കാണുന്നുണ്ട് ഈ കാർഡ്. പേഴ്സണൽ റീഡിങ്സ് എടുക്കുമ്പോഴും കിട്ടി ഇതിപ്പോൾ, ഐ തിങ്ക്. ഓക്കെ, സോ സമ്മർ എന്നുള്ള സമയം, അതായത് ഇപ്പോൾ നമ്മുടെ മാർച്ച് തന്നെയാണ് അല്ലേ, മാർച്ച് തുടങ്ങി. സോ ഈ ഒരു സമ്മർ ടൈമിൽ, മാർച്ച് ഏപ്രിൽ മെയ്യിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റങ്ങൾ വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ന്യൂ പെറ്റെന്ന് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളൊരു പെറ്റ് വാങ്ങാനുള്ള സാധ്യതയാണ്, പെറ്റിനെ കിട്ടാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക്. ഓക്കെ, മൂണുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഇൻറ്റ്യൂഷൻസ് ഹൈറ്റൻഡ് ആവും. ആൻഡ് യെസ്, ലൂണാർ എക്ലിപ്സ് ഞാൻ പറഞ്ഞു. ഓക്കെ, മേ ബി മൂണുമായിട്ട് കണക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഈ ലൂണാർ എക്ലിപ്സിന് ശേഷം ഐ തിങ്ക് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം ഇൻക്രീസ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ, എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറഞ്ഞു തരും. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഹയർ സെൽഫ് ആക്ടിവേഷൻ നടക്കുന്ന സമയമാണെന്ന് കാണുന്നുണ്ട്. സോ ഇവിടെ ഈ ബന്ധം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്, ഓക്കെ, നിങ്ങളെ തന്നെ ഹയർ സെൽഫിൽ അതായത് നിങ്ങളുടെ സോൾ എന്താണ്, നിങ്ങളെന്താണ്, ഓക്കെ, അങ്ങനെയൊക്കെ പലതും നിങ്ങളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സെൽഫ് ലവ്, ആക്ച്വലി സെൽഫ് വർത്ത്, നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ, നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ ആണ് ഈ റിലേഷൻഷിപ്പ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ ഉള്ള പേടികൾ, ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള ഫിയേഴ്സ്, നിങ്ങളുടെ ബ്ലോക്കേജസ്, അതെല്ലാം മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മാത്രമല്ല എന്താണ് ഈ സോൾ എന്ന് പറയുന്നത്, എന്താണ് സോൾ ഗ്രോത്ത്, എന്താണ് സോളിൻ്റെ പർപ്പസ്, എന്താണ്, അങ്ങനെ പലതും നിങ്ങൾ ആ ശരിക്കും ഒരു ഹയർ ലെവലിലേക്ക്, അതായത് നമ്മൾ ശരിക്കും നോർമലി ഇവിടെ ആൾക്കാർ, നമ്മൾ എല്ലാവരും എന്നല്ല പറയുന്നത് ഞാൻ, കുറേ പേരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചു പോവും. ഓക്കെ, TV കാണും, കുറേ സിനിമ കാണും, നമ്മൾ ബുക്സ് കഥകൾ പലരുമായിട്ട് ലൈക്ക് നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോഴും ജോലി ചെയ്യും, അവിടെ ഗോസിപ്പ് കാര്യങ്ങൾ, ഓക്കെ, അങ്ങനെ ഒരു ലൈഫാണ് നമ്മളുടെയൊക്കെ ഇപ്പോഴത്തെ അല്ലേ. ബട്ട് അതിൻ്റെയൊക്കെ മേലെ ശരിക്കും എവിടെയോ ഒരു സോളിൻ്റെ ലെവൽ, നമ്മുടെ ഈ യൂണിവേഴ്സ് എന്തോ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ നമ്മൾ സോൾ എന്താണ്, നമ്മൾ മോക്ഷം എന്താണ് എന്ന രീതിക്കൊക്കെ കുറേ മനസ്സിലാക്കൽ, ആ രീതിക്ക് നിങ്ങൾ ആക്ടിവേറ്റ് ആവുന്ന ഒരു കാര്യമാണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൽഫ് ലവ് പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് സെൽഫ് ലവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അവനവൻ്റെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കുക എന്ന രീതിക്കാണ്. സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ, ഏഞ്ചൽസ് ഉണ്ട്, സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്, യൂണിവേഴ്സ് ഉണ്ട്. ഓക്കെ, അവരെല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ക്ലോസ്ഡ് ഓഫ് ആയിരിക്കാം. അവരിപ്പോൾ അധികം സംസാരിക്കുന്നുണ്ടാവില്ല, ഓപ്പണായിട്ട് പറയുന്നുണ്ടാവില്ല, കാര്യങ്ങൾ പറയുന്നുണ്ടാവില്ല. ഓക്കെ, അവർക്ക് ഈഗോ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഈഗോ മാത്രമല്ല, കുറച്ച് ഡിഫെൻസീവാണ്. നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പറയുമ്പോഴേക്കും ചോദിക്കുമ്പോഴേക്കും ഒക്കെ ഒരുപാട് ഡിഫെൻസീവായിട്ട് ആൻസർ തരാം, ഒന്നും തുറന്ന് പറയുന്നില്ല. സോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്താണ് ഇവരെ മനസ്സിൻ്റെ ഉള്ളിൽ, എന്താണ് ഇവർക്ക് വേണ്ടത്, നിങ്ങൾക്കൊരു പിടിയും കിട്ടില്ല അല്ലേ. സോ അതിനാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും. ഓക്കെ, വാട്ട് ഈസ് എക്സാക്ട്ലി ഗോയിങ് ഓൺ, എന്താണ് നടക്കുന്നത്, എന്താ സംഭവിക്കുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയും. ഓക്കെ, അതായത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ. പക്ഷെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദറ്റ് ഓവർ തിങ്കിങ്ങിലേക്ക് പോയിട്ടല്ല ഞാൻ പറയുന്നത്. മെഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്ന് കാമായിട്ട് നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. ഒന്ന് കാമായിട്ട് ഇരുന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് കിട്ടും. ഓവർ തിങ്കിങ്ങിലേക്ക് പോയാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തും, കുറേ അവരെ തെറ്റുകൾ കാണും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നടക്കും. സോ ബി കെയർഫുൾ. ഓക്കെ, ആൻഡ് ഇവിടെ വീനസ് ഓഫർ. ഓക്കെ, വെരി ഗുഡ്. എനിവേ, ഓഫർ വരുന്നുണ്ട് എന്ന രീതിക്കാണ്. വീനസ് പറയുമ്പോൾ നമ്മൾ സ്നേഹം, ലവ് എന്ന രീതിയാണ്, ലവിൻ്റെ പ്ലാനറ്റാണ്. സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു ലവ് ഓഫർ വരാനുള്ള സാധ്യതയാണ്. ആൻഡ് അതിവിടെ സമ്മറുമായിട്ട് മേ ബി കണക്റ്റഡ് ആയിരിക്കാം. അല്ലെങ്കിൽ സമ്മർ സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഈ 2-3 മാസത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് വരും.
എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഓക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ആ കൺഫ്യൂഷൻസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങളുടെ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടും. ഓക്കെ, അത് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യും. റിലേഷൻഷിപ്പിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നറിയിരിക്കുക. ആൻഡ് അത് മാത്രമല്ല സെൽഫ് ലവിലേക്ക് നല്ലോണം വരാം. ഓക്കെ, ആ പേഴ്സണിനെ കുറിച്ച് മാത്രം ആലോചിച്ചിരിക്കുകയല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ. സൗത്ത് നോഡ്, കംഫർട്ട് സോൺ. ഓക്കെ, ക്ലാരിറ്റി, ട്രൂത്ത്, അപ്പോളജി, യെസ്, അൺടിൽ ഡെത്ത്, അപ്പാർട്ട്. നോർത്ത് നോഡും വന്നിട്ടുണ്ട്. ഇല്യൂഷൻസ് അഗൈൻ സെയിം തിങ്. നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവർക്ക് വേണ്ടത്, എന്താ ഈ കാര്യങ്ങൾ ഇവർ ഒന്ന് വ്യക്തമായിട്ട് തുറന്ന് പറഞ്ഞുകൂടെ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അവർ പറയില്ല. അതങ്ങനെയാണ്. ഓക്കെ, അത് അവരുടെ പ്രശ്നമാണ്. അവരങ്ങനെ പറയാതിരിക്കുന്നുണ്ടെങ്കിൽ സൗത്ത് നോഡ് എന്ന് പറയാം. അവർ റെസിസ്റ്റ് ചെയ്യുകയാണ്. അവർക്ക് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മുമ്പിൽ ഒരു വൾണറബിൾ ആയി പോകും. അതായത് നമ്മൾ പറയില്ലേ, ഞാൻ എൻ്റെ വീക്ക്നെസ് ഇപ്പോൾ സപ്പോസ് നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ ഓക്കെ എനിക്ക് ഇന്ന കാര്യങ്ങളാണ് പേടി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളാണ്, എനിക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷേ എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ നമ്മൾ ആ തുറന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനവിടെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ വെച്ചിട്ട്, അല്ലേ? സോ അങ്ങനത്തെ ഒരു വൾണറബിലിറ്റി കൊണ്ടുവരാൻ അവർ റെഡിയല്ല. അങ്ങനെ മനസ്സ് തുറന്ന് പറയാൻ അവർ തയ്യാറല്ല. ഓക്കെ, ആൻഡ് നിങ്ങൾ അവരെ ഒന്ന് ഭരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ മനസ്സിലാക്കുകയാണ് എന്നിട്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സണിന് വളരെയധികം സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നിങ്ങളോട് ആ ഒരു രീതിക്ക് പെരുമാറിയാൽ, അതായത് നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കുക, വളരെ ക്ലോസ് ആവുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ചിലപ്പോൾ ഭരിക്കാൻ തുടങ്ങും. പിന്നീട് ഓക്കെ ഒരു അധികാരമായിട്ട് കാണാൻ തുടങ്ങും. അത് നോർമലി നമ്മൾ സംഭവിക്കുന്നതാണ് എല്ലാ ബന്ധത്തിലും. പക്ഷെ അവർക്ക് അത് ഇഷ്ടമല്ല, അവർക്കത് വേണ്ട. അവർക്ക് അങ്ങനെ ആയിപ്പോയാലോ എന്നുള്ളൊരു പേടിയാണ്. അവരുടെ ആ ഒരു കൺട്രോൾ വിട്ടു പോകുമെന്നുള്ളൊരു പേടി. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അവർ നിങ്ങളോട് ആ ഒരു അടുപ്പം കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം സ്വയം ക്ലോസ്ഡ് ഓഫ് ആയിട്ടും അവരെല്ലാം മനസ്സിൽ വെച്ചിരിക്കുക, തുറന്ന് പറയാൻ റെഡിയല്ല. ഓക്കെ, അങ്ങനെയൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ അതുകൊണ്ടാണ് നിങ്ങൾക്കും കൺഫ്യൂഷൻ വരുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പേഴ്സണും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് സോൾവ് ചെയ്യാം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ബട്ട് അവർ ചിന്തിക്കുക ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ വീക്കായി പോവും എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്ലാരിറ്റി ഉണ്ട്, ഹൈറ്റ് ആൻഡ് ഇൻറ്റ്യൂഷൻ. ഓക്കെ, അഗൈൻ സെയിം തിങ്, മൂൺ ആൻഡ് ഇൻറ്റ്യൂഷൻ രണ്ടും ഒരേ വീണ്ടും വന്നു. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ആൻഡ് ക്ലാരിറ്റി കിട്ടുന്നത് ആ പേഴ്സൺ പറഞ്ഞിട്ടായിരിക്കില്ല, അല്ലാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, നമ്മൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആൻസേഴ്സ് അവർ പറയട്ടെ എന്ന രീതിക്ക് നമ്മൾ ചിന്തിക്കും. അവർ പറയട്ടെ, അല്ലെങ്കിൽ അവരെ ഒന്ന് തുറന്നു പറയട്ടെ, എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ബട്ട് ഇവിടെ നിങ്ങൾ ക്ലാരിറ്റി അതിൽ വരില്ല. ഓക്കെ, അവർ തുറന്നു പറയുമ്പോൾ ഞാനൊരു ഇത് ചോദിച്ചു നോക്കണം, ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെ അവർ പേഴ്സൺ ഇപ്പോൾ സപ്പോസ് നിങ്ങളോട് തുറന്നു പറയുന്നു എന്ന് വിചാരിക്കും. ആർ യു ഷുവർ ദാറ്റ് അവർ പറയുന്നത് സത്യമാണെന്ന് ഉറപ്പായിരിക്കുമോ നിങ്ങൾക്ക്? ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ബിക്കോസ് നിങ്ങളുടെ മനസ്സിൽ അപ്പോഴും തോന്നും ഇവർ വെറുതെ പറയുകയാണെങ്കിലോ എനിക്ക് ഈ പറയുന്നത് എത്രത്തോളം സത്യമുണ്ട് എന്ന് നിങ്ങൾ വീണ്ടും ഡൗട്ട് ചെയ്യും. സോ പിന്നെ എന്താ കാര്യമുള്ളത്? പിന്നെ അവരോട് ചോദിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം ആൻസേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇപ്പം ഞാനിവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും പറഞ്ഞാലും നിങ്ങൾക്ക് അവിടെ സംശയമാണ്. ഓക്കെ, അത് ഞാൻ ഒരിക്കലും ഇതായിട്ട് പറയില്ല, അതെനിക്കറിയാം, അങ്ങനെയാണ് ഞാനടക്കം ഫേസ് ചെയ്തിട്ടുള്ളതല്ല, എനിക്കറിയാം. സോ യെസ്, നമുക്ക് ആ ഡൗട്ട് വരും. സോ ഇവിടെ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ നിന്ന് എന്ത് വരുന്നു അത് മാത്രമേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുള്ളൂ. ഓക്കെ, അതിന് നിങ്ങൾക്ക് അത്രയും സെൽഫ് ലവ് വേണം. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കറിയാം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ആ വിശ്വസിക്കാൻ പറ്റണം. ഓക്കെ, സോ ഈ ക്ലാരിറ്റി നിങ്ങൾക്ക് ഒരിക്കലും പുറത്തുനിന്ന് കിട്ടില്ല. പുറത്തുനിന്ന് അവരെന്തെങ്കിലും തന്നിട്ട് നിങ്ങൾക്ക് കിട്ടില്ല, വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരണം, ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയണം. അതുകൊണ്ടാണ് ഈ മെഡിറ്റേഷൻ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ അപ്പോളജി, യെസ്, അവർ മാപ്പ് പറഞ്ഞ് വരുന്ന കാണുന്നുണ്ട്. നമുക്ക് മാപ്പ് പറഞ്ഞില്ലെങ്കിലും എനിക്ക് അറിയാം കൂടുതൽ ആൾക്കാരും അത്ര തുറന്ന് ഒരു മാപ്പ് പറച്ചിലൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ അവർ ഏതെങ്കിലും തരത്തിൽ അവരുടെ ആ ഒരു പെരുമാറ്റത്തിലൊരു ചേഞ്ചോ അതായിട്ട് വരാനുള്ള സാധ്യതയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എവിടെയും വിട്ടുപോകാൻ പോകുന്നില്ല. അൺടിൽ ഡെത്ത് ടേർസ് അസ് അപ്പാർട്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്, സോൾ കോൺട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള അടുപ്പം അത് സോൾ തീരുമാനിച്ചിട്ട് വന്നിട്ടുള്ളതാണ്, സോൾ കണക്ഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ്, ഇതൊന്നും വിട്ടു പോവില്ല. ഓക്കെ, യെസ്, നമുക്ക് സാഹചര്യങ്ങൾ അനുസരിച്ച് മേ ബി നമ്മുടെ സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ചിട്ട് മാരേജ് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിക്കുള്ള ചിന്തകളിൽ ചിലപ്പോൾ നമുക്ക് അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നൊന്നും വരില്ല. പക്ഷേ സോൾ ആയിട്ടുള്ള കണക്ഷൻസ് അതെവിടെയും വിട്ടുപോകാൻ പോകുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ തമ്മിലുള്ളത് അത്രയും. എൻ്റെ ഇവിടെ കാർമിക് ചില ലെസൺസ് പഠിക്കാൻ വരുന്നുള്ള കൂടിയാണ്. കാരണം ഇത് സാറ്റേൺ പറയുന്നുണ്ട്, സാറ്റേൺ നമ്മുടെ ശനിയാണ്, ശനിയുടെ അതായത് കർമ്മ. ഓക്കെ, കർമ്മ റിലേറ്റഡ് ആണ്, നിങ്ങൾ തമ്മിൽ കർമ്മ ഉണ്ട് എന്നുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കാനുള്ളതല്ല, നിങ്ങളെ വേദനിപ്പിക്കാൻ വന്നിട്ടുള്ളതല്ല, നിങ്ങളെ ഉയർത്താൻ വന്നിട്ടുള്ളതാണ്, നിങ്ങളുടെ ഹയർ സെൽഫിലേക്ക് നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ് ഈ ബന്ധം. ഓക്കെ, ആൻഡ് ഇവിടെ യെസ്, ഡെസ്റ്റിനി, നോർത്ത് നോഡ്. ആ പേഴ്സൺ എത്രത്തോളം സൗത്ത് ആൻഡ് നോർത്ത് ഓപ്പോസിറ്റ് അല്ലേ?
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അവരെത്രത്തോളം അവർ ഈ ബാക്ക് ആവുന്നു, അവരെത്രത്തോളം പുറകോട്ട് മാറുന്നു, നിങ്ങൾക്ക് ആൻസേഴ്സ് അവരിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ആ ആൻസേഴ്സ് നിങ്ങൾ തിരഞ്ഞ് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ നോക്കി തുടങ്ങും. ആൻഡ് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കി തുടങ്ങുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവും. ആ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങും. ഓക്കെ, അങ്ങനെ ആ ഒരു എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷനാണ്, മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ ഡെസ്റ്റൈൻഡ് കണക്ഷനാണ് നിങ്ങളുടെ. ഓക്കെ, ഇത് യൂണിവേഴ്സായിട്ട് തീരുമാനിച്ച ഒരു കണക്ഷൻ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സോൾ കോൺടാക്ട് നേരത്തെ എഴുതിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത് എവിടെയും വിട്ടുപോകാനൊന്നും പോകുന്നില്ല. ബട്ട് യെസ്, അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും അത്. പക്ഷേ നിങ്ങളെ തന്നെ നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ കണക്ഷൻ വിട്ടുപോകില്ല. ഇവിടെ അതാ പ്രത്യേകം പറയുന്നത്, അൺടിൽ ഡെപ്റ്റ് ടേഴ്സസ് അപ്പാർട്ട്. അതായത് നമ്മളെ തമ്മിൽ പിരിക്കാൻ ഒന്നും പിരിക്കില്ല, അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, ആൻഡ് ഇവിടെ സമ്മർ കാർഡ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഐ തിങ്ക് ഇത് കുറച്ച് തവണയായി വരുന്നു, അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. ഈ ഒരു 2-3 മാസത്തിൽ മേ ബി കുറച്ച് ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, കൺഫ്യൂഷൻസ് മാറി വരും, ഇല്യൂഷൻസ്, നിങ്ങൾക്ക് ക്ലാരിറ്റി പക്ഷെ വരുന്നത് അഗൈൻ മനസ്സിലാക്കുക. ചില ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മെസ്സേജസ്. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും ബാക്കി റീഡിങ് ഞാൻ പിന്നെ ഇടാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.